ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. എല്ലാ കൂട്ടുകാർക്കും നന്മ നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. ഒപ്പം സമ്പദ് സമൃദ്ധിയായ ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മുന്തിരിയൊക്കെ ചേർക്കുന്നുണ്ട്. മുന്തിരിയും പൈനാപ്പിളും കൂടിയിട്ടായിട്ടുള്ള പച്ചടിയാണ്. പൈനാപ്പിൾ പച്ചടി എന്ന് പറയുമ്പോൾ മധുരത്തോടുകൂടിയുള്ള ഒരു പച്ചടിയാണ്. അപ്പം സദ്യയിലൊക്കെ നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് വിളമ്പാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിന് ഈ ഒരു പച്ചടി കൂടെ നിങ്ങളുടെ സദ്യയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മുഴുവൻ പൈനാപ്പിളിൻ്റെ ആവശ്യമൊന്നുമില്ല, പകുതി മതി. ഈ ഒരു പൈനാപ്പിളിൻ്റെ പാതി മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മുറിച്ച് പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിളിൻ്റെ നടുവിലുള്ള ആ ഒരു വൈറ്റ് ഭാഗം ഞാൻ എടുക്കുന്നില്ല. ബാക്കി എല്ലാ പീസസും നമുക്കിതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനപ്പോൾ ഇവിടെ 2 ബൗളിലായിട്ട് പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു പിടി അളവിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ കുറച്ചധികം ഉണ്ട് കേട്ടോ പൈനാപ്പിൾ. പിന്നെ ഇതിലേക്ക് പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് മുന്തിരിയാണ്. മുന്തിരി കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കറുത്ത മുന്തിരി നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ട് നമുക്കതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളമൊക്കെ ധാരാളം മതിയാകും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നമുക്ക് കീറിയിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പൈനാപ്പിളിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിളിലേക്ക് ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എല്ലാവിടെയും ഇതൊക്കെ ഒന്ന് യോജിച്ച് പിടിക്കാൻ, ഉപ്പും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഒന്ന് ഇളക്കി വെച്ചിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഒരു പിടി കൈയളവിൽ പൈനാപ്പിൾ മാറ്റി വെച്ചല്ലോ, അത് നമുക്കിതിലേക്ക് അരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആ അരച്ചെടുത്ത പൈനാപ്പിൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ പൈനാപ്പിൾ ഇതേപോലെ അരച്ച് ചേർക്കുമ്പോഴത്തേക്കും ഈ ഒരു കറിക്ക് പ്രത്യേക പൈനാപ്പിളിൻ്റെ തന്നെ എടുത്ത് രുചി ഉണ്ടാകും. കാരണം വെന്ത പൈനാപ്പിളിന് അത്ര ഒരു ആ ഒരു മണവും രുചിയൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് അരച്ച് ചേർത്ത് നോക്കിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു പച്ചടിക്ക് പൈനാപ്പിളിൻ്റെ രുചി മുന്നിൽ നിൽക്കുന്നുണ്ടാകും. ഇനി പച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരവിയതും, ഒരു ടീസ്പൂൺ ജീരകവും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരപ്പ് നമുക്ക് വെന്ത ആ ഒരു പൈനാപ്പിളിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരപ്പും പൈനാപ്പിളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ അരപ്പൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരപ്പൊക്കെ തിളച്ച് നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ പുളിയില്ലാത്ത തൈര് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കണതിന് മുമ്പായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൂട്ടി വയ്ക്കാം. കാരണം നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഈ സമയത്താണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ പൈനാപ്പിൾ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ കുറച്ച് നേരം വെച്ചപ്പോഴേക്കും കറിയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് മുന്തിരിയൊക്കെ മതിയാകും. ഒരുപാട് മുന്തിരിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് അവസാനമായിട്ട് ഇതിൽ വറവിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമുക്ക്.
1 ടേബിൾ സ്പൂൺ കടുക്, അത് പൊട്ടിക്കഴിയുമ്പോഴേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 വറ്റൽമുളകും മുറിച്ച് 2 പീസായിട്ട് ചേർത്തതാണ്. അതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു താളിപ്പ് കറിയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്വാദിഷ്ടമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രുചികരമായിട്ടുള്ള ഈ ഒരു പച്ചടി ഈ ഒരു വിഷുവിന് തന്നെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ഡിഷ് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്